എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കറിവേപ്പ് വെച്ചുകൊണ്ട് നമുക്ക് ഒരു അടിപൊളി ചട്നി അച്ചാർ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് കറിവേപ്പ് നന്നായി കഴുകിയെടുത്ത് 4 മണിക്കൂർ നേരം വെയിൽ കൊള്ളിച്ച് മാറ്റിയെടുത്ത് വെക്കുക. പിന്നെ വേണ്ടുന്നത് നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു വാളംപുളിയാണ്. 3/4 ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ച് അതിനെ കുതിർത്ത് വെക്കുക. പിന്നെ നമുക്ക് നേരെ കടായി ഗ്യാസിൽ വെച്ച് അതിലേക്ക് 1/4 കപ്പ് നല്ലെണ്ണ ഒഴിച്ച് 1 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഇട്ട് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. പിന്നെ മൂത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇടുക. അതിനെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. പിന്നെ നമ്മൾ മാറ്റി വെച്ച കറിവേപ്പില ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പൊടിക്കാൻ പറ്റുന്ന ഒരു പാകമാകുമ്പോൾ നമ്മളതിനെ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി മാറ്റി തണുത്തതിന് ശേഷം ഒരു ജാറിലേക്ക് ഇടുക. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച പുളിയും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എന്നിട്ട് പിന്നെ നമ്മളത് കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുനുകുനാന്നരിഞ്ഞ ഇഞ്ചി കുറച്ചിടുക, കുനുകുനാന്നരിഞ്ഞ പച്ചമുളക് ഇടുക, കുറച്ച് വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ആ സമയത്തേക്ക് നമ്മൾ അരച്ച് നന്നായിട്ട് ഫൈനായിട്ട് അരക്കരുത്, കുറച്ച് തരിവരിപ്പോട് കൂടി വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് നമ്മൾ ആ വെളുത്തുള്ളി മൂത്ത് വരുന്ന സമയത്തേക്കും കറിവേപ്പ് ഇട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. എല്ലാ അച്ചാറിനും ഇടുന്നത് പോലെ ഒരുപാട് ഉപ്പ് ഇട്ടേക്കരുത്, നോക്കിയിട്ട് മാത്രമേ ഇടാവൂ. പിന്നെ വേണ്ടുന്നത് കുറച്ച് കായമാണ്. അതും ഇട്ട് ഒരു 1/4 കപ്പ് വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ച് വരുന്ന സമയത്തേക്കും നമ്മൾ കുറച്ച് ശർക്കരയും ചേർത്ത് കൊടുക്കുക. അപ്പം ഈ ഒരു പാകമാകുമ്പോൾ നമ്മളതിനെ ഫ്ലെയിം ഓഫാക്കി മാറ്റിയെടുക്കുക. തണുത്തതിന് ശേഷം നല്ലൊരു കുപ്പിയിലേക്ക് മാറ്റാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരിക്കും ഗുഡ് ബൈ.